അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ കുഞ്ഞു മക്കള് മുത്തുനബിയുടെ പാട്ട് പാടുക. ആരുടെ പാട്ടാ പാടുന്നത്? മുത്തുനബിയുടെ പാട്ട്. നമ്മുടെ മുത്തുനബിയുടെ പേരെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ? നമ്മുടെ നബിയെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? നമ്മുടെ നബിയുടെ പേരെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ? നബിയുടെ ഉപ്പാടെ പേരെന്താണ്? അബ്ദുള്ള. ഉമ്മയുടെ പേരെന്താണ്? ആമിന ബീവി റളിയല്ലാഹു അൻഹ അല്ലെ? ഉപ്പാടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയാം അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഉമ്മയുടെ പേര് കേൾക്കുമ്പോഴോ ആമിന ബീവി റളിയല്ലാഹു അൻഹ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച എവിടെയാ? മക്കയില് അല്ലേ? പരിശുദ്ധമായ മക്കയില്. വലിയ പുണ്യമുള്ള ഒരു സ്ഥലമാണ്, വലിയൊരു മഹത്വമുള്ള സ്ഥലമാണ്. ഏത്? മക്ക അല്ലേ? സൗദി അറേബ്യയിലാണ്. അവിടെ ഏത് രാജ്യത്താ? നമ്മൾ താമസിക്കുന്ന രാജ്യത്തിന്റെ പേരെന്തുവാ? ഇന്ത്യ അല്ലേ? നമ്മൾ ഈ രാജ്യത്ത് താമസിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരെന്തുവാ? കേരള അല്ലേ? നമ്മൾ താമസിക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം. നമ്മൾ താമസിക്കുന്ന താലൂക്ക് ഏതാണ്? കരുനാഗപ്പള്ളി അല്ലേ? നമ്മൾ താമസിക്കുന്ന പഞ്ചായത്ത് ഏതാണ്? ചവറ അല്ലേ? നമുക്കെല്ലാം അങ്ങനെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലത്തിന്റെ പേരാണ് മക്ക അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും ജീവിച്ചതും നബിയായതും എവിടെ വെച്ചാണ്? മക്കയിൽ വെച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെയാണ്? മദീനയിലാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുന്നത്? വഫാത്തായെന്ന് പറയുന്നത് ഇല്ലേ? മഹാന്മാരുടെ മരണം എങ്ങനെ നമ്മൾ അറിയിക്കുന്നത്? വഫാത്തായെന്ന് പറയും അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുടെ റസൂലാണ്? അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹു തആല അയച്ച ഒരു വലിയ ഒരു മഹാനാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അള്ളാഹുവിന്റെ റസൂലാണ് അല്ലേ? നബിയെ നാം എന്ത് ചെയ്യണം? സ്നേഹിക്കണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എന്താക്കണം? പിൻപറ്റണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിച്ചാൽ നമ്മൾ എവിടെത്തും? സ്വർഗത്തിൽ എത്തും. നമുക്കൊരു പാട്ട് പാടാം അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം പാട്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പാടാം. നമ്മുടെ നബിയുടെ പേരെന്ത്? നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിന്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. മാഷാ അല്ലാഹ്. അപ്പൊ അബ്ദുള്ള ഒന്ന് പാടും. അബ്ദുള്ള എല്ലാവരും പാടുന്നത് ഇല്ലയാ? ഒന്ന് പാടിയേ. നമ്മുടെ നബിയുടെ പേരെന്ത്? മുഹമ്മദ് സല്ലല്ലാഹു. നബിയുടെ ഉപ്പ അബ്ദുള്ള, പൊന്നുമ്മ. നബിയുടെ മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിന്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. മാഷാ അല്ലാഹ്. അബ്ദുള്ള പാടി. നീ കബീർ ഒന്ന് പാടാവല്ലോ അല്ലേ? പാടിക്കും. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിന്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാരും പാടണം കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പാടിത്തരട്ടെ? എല്ലാരും കേട്ടോണ്ടിരിക്കുമല്ലോ?
നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാ, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അള്ളാഹുവിന്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം പിൻപറ്റേണം, നബിയെ നാം സ്നേഹിക്കണം. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാൽ സ്വർഗത്തിൽ. നമുക്കൊരു പാട്ട് കൂടെ പാടാം അല്ലെ? നമ്മുടെ ബാലപാഠത്തിലുള്ള ഒരു പാട്ട് അല്ലേ? സത്യം പറയുന്നതിനെ കുറിച്ചൊരു പാട്ടാ. എന്താ പാടുന്നതെന്ന് അറിയോ? സത്യം പറയുന്നതിനെ കുറിച്ചുള്ള പാട്ടാ. എന്തിനെ കുറിച്ചാ? സത്യം പറയാ. അപ്പൊ ഞാൻ പാടിത്തരും, നിങ്ങൾ കേട്ട് പാടണം കേട്ടാ. സത്യം പറയുക കുട്ടികളെ, സത്യം പറയുക കുട്ടികളെ, സ്വർഗം നേടുക കുട്ടികളെ. അപ്പൊ അവിടെ പറഞ്ഞെന്താണ്? സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെത്തും? സ്വർഗത്തിലെത്തും അല്ലേ? കള്ളം പറയും കുട്ടികളെ, കള്ളം പറയും കുട്ടികളെ, ചങ്ങാതികളായി കൂട്ടരുതേ, ചങ്ങാതികളായി കൂട്ടരുതേ. നുണ പറയുന്നത് തെറ്റല്ലേ, നുണ പറയുന്നത് തെറ്റല്ലേ. നരകക്കുണ്ടിൽ പോകില്ലേ, നരകക്കുണ്ടിൽ പോവല്ലേ. നരകത്തിലേക്ക്, തീക്കുണ്ടിലേക്ക് നമ്മൾ ചെന്ന് വീഴും. എന്ത് പറഞ്ഞാൽ? കളവ് പറഞ്ഞാല്. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? സ്വർഗത്തിൽ എത്തും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. നല്ലത് പറയുക കുട്ടികളെ, നല്ലത് പറയുക കുട്ടികളെ, നല്ലത് ചെയ്യുക കുട്ടികളെ, നല്ലത് ചെയ്യുക കുട്ടികളെ, സത്യം പറയുക കുട്ടികളെ, സത്യം പറയുക കുട്ടികളെ, സ്വർഗം നേടുക കുട്ടികളെ, സ്വർഗം നേടുക കുട്ടികളെ, കള്ളം പറയും കുട്ടികളെ, കള്ളം പറയും കുട്ടികളെ, ചങ്ങാതികളായി കൂട്ടരുതേ, ചങ്ങാതികളായി കൂട്ടരുതേ. കള്ളം പറയും കുട്ടികളെ, കള്ളം പറയും കുട്ടികളെ, ചങ്ങാതികളായി കൂട്ടരുതേ. ചങ്ങാതികളായി കൂട്ടരുതേ. എപ്പോഴും കള്ളം പറയുന്ന പിള്ളേരെ നമ്മൾ കൂട്ടുകാരാക്കാൻ പാടുണ്ടോ? ഇല്ല. സത്യം പറയുന്നവരെ മാത്രമേ നമ്മൾ കൂട്ടുകാരാകാവുള്ളൂ അല്ലേ? നുണ പറയുന്നത് തെറ്റല്ലേ, നുണ പറയുന്നത് തെറ്റല്ലേ, നരകക്കുണ്ടിൽ പോകില്ലേ. നരകക്കുണ്ടിൽ പോവില്ലേ. അല്ലാഹു തആല നമ്മളെ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ആമീൻ പറ. ആമീൻ. അല്ലാഹു തആല നമ്മളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അല്ലാഹു നമ്മളെ എല്ലാം സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.